പിതാവേ എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ആബാ പിതാവേ എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന പാടാം ഈശോയ്ക്കെന്നും. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന പാടാം ഈശോയ്ക്കെന്നും. അതേ കർത്താവേ, അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾക്കത് ഇഷ്ടവുമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവേ, എത്രയോ ദേവാലയങ്ങളിൽ, എത്രയോ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ ധാരാളം മനുഷ്യർ വന്നിരുന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. എത്രയോ പേരാണ് അവിടുത്തെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ആശ്വാസവും സൗഖ്യവും നേടുന്നത്. എത്രയോ പേരാണ് നിന്റെ മുമ്പിൽ വരുന്ന് നെടുപേർപ്പുകൾ ഉയർത്തി മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്നത്. എത്രയോ പേരാണ് നിന്റെ മുമ്പിൽ വരുന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശക്തി നേടുന്നത്. എത്രയോ പേരാണ് നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് തെറ്റുപറ്റാത്ത തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. കർത്താവ്, ഇതെല്ലാം ഈ തിരുവോസ്തിയിൽ നീ സന്നിഹിതനാണെന്നും നീ പ്രാർത്ഥന കേൾക്കുന്നുവെന്നതിൻ്റെ സജീവമായ ഉദാഹരണങ്ങളാണ്. എൻ്റെ കർത്താവേ, ഏതോ ലോകത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയെ, അവിടുത്തെ രൂപം വീട്ടിലെ ടെലിവിഷനിൽ കണ്ടുകൊണ്ട് മുട്ടുകുത്തി സാഷ്ടാംഗം വീണും ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കണ്ണുനീരൊഴുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഡാൻസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനകൾ എഴുതി ആ ടെലിവിഷനിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നേടിയവരെ കണ്ടിട്ടുണ്ട്. ഓ ദൈവമേ, ഇതെല്ലാം നീ ജീവിക്കുന്ന ദൈവമായി, അപ്പമായി ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നതിൻ്റെ തെളിവുകളാണ്. അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, ഞങ്ങളെ രക്ഷിക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ. ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റുപറയട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയട്ടെ. ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഓ കർത്താവേ, നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ അധരത്തിൽ പ്രാർത്ഥനകൾ സേവിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോടൊപ്പം ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചു ഞങ്ങൾ ആരാധിക്കുന്നു. ബന്ധുമിത്രാദികളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. മാലാഖമാരുടെ കീർത്തനങ്ങളോട് കൂട്ടിച്ചേർത്ത്
പാപികളായ ഞങ്ങളുടെ സ്വരം കൂടി കൂട്ടിച്ചേർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തി, സാധിക്കുമെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് വിശ്വാസത്തെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഈശോയെ, ഞാനങ്ങയെ വിശ്വസിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ആരാധന പാടാം, ആരാധന പാടാം ഈശോയ്ക്കെന്നും. അതെ, ഈശോയ്ക്ക് ആരാധന ആരാധന പാടാം, ഈശോയ്ക്ക് കീർത്തനം പാടാം, ആരാധന ഈശോയ്ക്ക് സ്തുതികൾ പാടാം, ആലപിക്കാം. ആരാധന പാടാം ഈശോയ്ക്കെന്നും. ഹല്ലേലൂയ. ആരാധന പാടാം, ഈശോയെ ആരാധന പാടാം, ആരാധിക്കുന്നു, ആരാധന ഈശോയെ പാടാം ആരാധിക്കുന്നു, ഈശോയ്ക്കെന്നും. മഹത്വപ്പെടുത്തുന്നു ഈശോ. നന്ദി പറയുന്നു. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന പാടാം ഈശോയ്ക്കെന്നും. ഓ കർത്താവേ, ഈ പ്രാർത്ഥനാ നിമിഷങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു ദൈവവചനമാണ് നമ്മൾ എടുക്കുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 42-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ്: എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. മറന്നു പോകാത്ത വിധം ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കാമോ? എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. മർക്കോസ് 14:42. ഗത്സമേൻ തോട്ടത്തിൽ പെസഹ വ്യാഴാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൻ്റെ പീഡാസഹനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു അതിനെ സ്ലീഹന്മാരോട് പറഞ്ഞ ഒരു വാചകമാണത്. യേശു അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 തവണ പറഞ്ഞിട്ടും പ്രാർത്ഥിക്കാനാകാതെ അവർ കിടന്നുറങ്ങി. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അവരത്രമാത്രം തളർന്നിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞിട്ട് പോലും അവർക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. 3-ാം തവണ വന്നപ്പോഴാണ് ഈശോ അവരോട് പറഞ്ഞത്, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. അപ്പോൾ അവർ എഴുന്നേറ്റു. എന്നിട്ട് എന്താ സംഭവിച്ചു നമ്മൾ ഓർക്കണം. ആ പെസഹ വ്യാഴാഴ്ച അവരെഴുന്നേറ്റിട്ട് ആ രാത്രി മുഴുവൻ അവർ ഈശോയെ കൊണ്ടുപോയ സ്ഥലങ്ങളിലൂടെ ഓടുകയും നടക്കുകയും ചെയ്തു. പിറ്റേന്ന് ഗാഗുൽഥാ വരെയും അവരിൽ ചിലരെങ്കിലും കൂടെ പോയി. 1 മണിക്കൂർ പോലും ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതിരുന്നവരെ, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു എഴുന്നേൽപ്പിച്ചപ്പോൾ അവരെഴുന്നേൽക്കുകയും രാപകല് ഉറങ്ങാതെ തളരാതെ നടക്കുകയും ഒക്കെ ചെയ്തു. ഇതാണ് യേശു എഴുന്നേൽപ്പിക്കുമ്പോഴുള്ള വ്യത്യാസം. യേശു, നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ കാണാം, പല തരത്തിൽപ്പെട്ട ആളുകളെ യേശു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിൽ രോഗികളായിരുന്നവരെ യേശു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി താഴേക്കിറക്കിയ തളർവാദ രോഗി യേശു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. തടാകത്തിൻ്റെ തീരത്ത് 38 കൊല്ലമായി തളർന്നു കിടന്ന രോഗിയെ, തളർവാദ രോഗിയെ യേശു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ശാരീരികമായ രോഗം മൂലം തളർന്നവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച അനുഭവങ്ങളുണ്ട്. അതുപോലെ മനസ്സുകൊണ്ട് തളർന്ന് വീണുപോയവരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കാല് കഴുകി ചുംബിച്ച സ്ത്രീ ജീവിതത്തിൽ തളർന്നു കുത്തിയിട്ടാണ് അവസാനം അവിടെ വന്നത്. ആ കാല് കഴുകി ചുംബിച്ച് നാണം കെട്ടത് യേശു എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയില്ലേ, നടത്തിയില്ലേ?
കല്ലെറിയാനായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്നവൾ എത്ര അപമാനിതയായിട്ട് മനസ്സുകൊണ്ട് എത്ര തളർന്നിട്ടാണ് വന്നത്. യേശു അവളെ എഴുന്നേൽപ്പിച്ച് നടത്തിയില്ലേ? ഇതുപോലെ മനസ്സുകൊണ്ട് തളർന്നവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ട്. വലിയ സങ്കടത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നിരാശയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഭയത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കുറ്റബോധത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപകർഷതാബോധത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കടബാധ്യതയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കുടുംബ കലഹങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ മറ്റ് പല പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് മനസ്സിന് ശരീരത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകിക്കൊണ്ട് അനേകരെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്ന 100,000 ഉദാഹരണങ്ങളിൽ ചിലതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തളർന്നു പോയ എത്ര പേരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. തളർന്നു കിടന്ന എത്രയോ പേര് ശരീരം കൊണ്ട് തളർന്നവർ എഴുന്നേറ്റ് നടക്കുന്നു നമ്മൾ കാണുന്നു. മനസ്സുകൊണ്ട് തളർന്നവർ എണ്ണിയാ തീരാത്ത വിധം എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ കൺവെൻഷൻ കേന്ദ്രങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, നമ്മുടെ കൗൺസിലിംഗ് വേദികളിലൊക്കെ കർത്താവ് അനേകരെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിരാശപ്പെട്ട് തളർന്നു കുത്തി ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നവർ പോലും എഴുന്നേറ്റ് നടക്കുന്നത്, മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. ഞാൻ ഓർക്കുക, എൻ്റെ അടുത്തൊരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഒരാൾ കുടുംബമടച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വിഷം പോലും വാങ്ങി വെച്ചിട്ടാണ് വന്നത്. 5 പേര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വിഷം പോലും വീട്ടിൽ വാങ്ങി വെച്ചു. മറ്റൊരാൾ ഇതൊന്നും അറിയാതെ നീ പോയിട്ടൊരു ധ്യാനം കൂട്, നിനക്കെന്തോ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ധ്യാനത്തിനുള്ള പൈസയും കൊടുത്തു വിട്ടതാ. അങ്ങനെ വന്ന ആ മനുഷ്യൻ ആ ധ്യാനം കൂടി ഒരു രാത്രി മുഴുവനിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് കുറേ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട്, ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ വിഷക്കുപ്പി എൻ്റെ കൈ കൊണ്ടു തന്നത് ഞാനിപ്പോൾ ഓർക്കുക. കുറേ കാലം ഒരു ഓർമ്മയ്ക്കായിട്ട് ആ വിഷക്കുപ്പി ഞാനെൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഞാനത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ 5 പേര് ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. അവിടെ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചു, പ്രത്യാശ നൽകി, പുതിയ വഴികൾ തുറന്ന്, പുതിയ മാർഗങ്ങൾ നൽകി, പുതിയ സാധ്യതകൾ തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇത് പ്രിയപ്പെട്ടവരെ, ഒരു വഴിയുമില്ലെന്ന് കാണുന്നത് നമ്മളാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു വഴിയില്ല, സത്യമാണ്. പക്ഷെ ദൈവം നോക്കിയ വഴിയുണ്ട്. ഒരു പരിഹാരമില്ലാത്തത് നമ്മൾ നോക്കുമ്പോഴാണ്. ഏതാ ദൈവം നോക്കിയ പരിഹാരമുണ്ട്. ഒരു സൗഖ്യമില്ലാത്തത് നമ്മൾ നോക്കിയാൽ, അല്ല നമ്മുടെ ഡോക്ടർമാർ ചികിത്സിച്ചാൽ. കാരണം അവർക്ക് പരിമിതിയുണ്ട്. എന്നാൽ ദൈവം വിചാരിച്ചാൽ ഏത് രോഗത്തിനും സൗഖ്യമുണ്ട്, ഏത് മുറിവിനും സൗഖ്യമുണ്ട്, ഏത് വേദനയ്ക്കും അന്ത്യമുണ്ട്, ഏത് വാതിലും തുറക്കപ്പെടും, എവിടെയും പുതിയ വഴികൾ ഉണ്ടാകാം. മരുഭൂമിയിൽ പോലും നീർച്ചാലുകൾ പൊട്ടിപ്പുറപ്പെടാം. മരുഭൂമിയിൽ പോലും പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കപ്പെടാം. ആകാശത്ത് നിന്ന് മഞ്ഞ വർഷിക്കപ്പെടാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇല്ലായ്മകളിലേക്ക് നോക്കി തളരാതെ, നഷ്ടപ്പെട്ടതിലേക്ക് നോക്കി തളരാതെ, സംഭവിക്കാൻ സാധ്യതയുള്ള നന്മകളിലേക്ക് നോക്കി മുന്നോട്ട് പോകണം. അതിൻ്റെ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. പക്ഷെ കർത്താവ് എഴുന്നേൽപ്പിക്കണമെങ്കിൽ കർത്താവിന് നേരെ ഒരു കൈ ഒന്ന് നീട്ടിക്കൊടുക്കണം. ബൈബിളിലെ അത്ഭുതങ്ങൾ നമ്മൾ നോക്കിക്കേ. 3 കൂട്ടർ അത്ഭുതം ചെയ്യാൻ യേശുവിനെ നിർബന്ധിച്ചു. ഒന്ന് പിശാച്, 2 യഹൂദ പ്രമാണികളും സദ്ദുക്കായരും പ്രീശന്മാരും, 3 സാധാരണ വിശ്വാസികൾ. പിശാച് വിശ്വാസം കൊണ്ടല്ല, സദ്ദുക്കായരും പ്രീശരും യേശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യേശു അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ല. അല്ല, സാധാരണ മനുഷ്യരെ കർത്താവെ നീ മനസ്സ് വെച്ചാൽ എനിക്കിത് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് കർത്താവ് കരമുയർത്തിയത്. അവിടെയാണ് കർത്താവ് അവരെ എഴുന്നേൽപ്പിച്ചത്. അവിടെയാണ് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, ഇനി ഒരു വഴിയുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഗെത്സമേൻ തോട്ടത്തിലെ അപ്പോസ്തലന്മാരെ പോലെ തളർന്നു കിടന്നാൽ, പ്രിയപ്പെട്ടവരെ, കാലാകാലം നമ്മൾ തളർന്നു കിടക്കും. കാലാകാലം തളർന്നു കിടക്കും. പോരല്ലോ, നമുക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകണ്ടേ? നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളില്ലേ? നമ്മൾ നേടിയെടുക്കേണ്ട നന്മകളില്ലേ? മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളില്ലേ? ഇതിനൊക്കെയുള്ള ഒരു അഭിഷേകം ദൈവം നമുക്ക് തരും, ഒരു ശക്തി ദൈവം നമുക്ക് തരും. അതിനുവേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട്
ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തിലെ ചില മേഖലകളിലെങ്കിലും ഞാൻ വീണ് പോയിട്ടുണ്ട്. ഒന്നുകിൽ ശരീരത്തിലെ രോഗം കാരണം, അല്ലെ മനസ്സിലെ വിഷമങ്ങൾ കാരണം, അല്ലെ കുടുംബ പ്രശ്നങ്ങൾ കാരണം, അല്ലെ ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം, അല്ലെ മക്കളുടെ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം എവിടെയൊക്കെയോ വീണ് കിടക്കുന്ന ആളാണ് ഞാൻ. എന്നെ ഒന്ന് ഇന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഈശോയുടെ അടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എവിടെയാണ് തളർന്നു കിടക്കുന്നത്, എവിടെയാണ് വീണ് പോയതെന്ന് ഒരു നിമിഷം ഒന്ന് ഓടിച്ചു നോക്കാമോ? എന്നിട്ട് അത് ഈശോയുടെ ഒപ്പം ഒന്ന് പറയാമോ? കർത്താവേ, ഞാൻ വീണ് കിടക്കുന്നത് ഇവിടെയൊക്കെയാണ്. എനിക്ക് എഴുന്നേക്കാൻ ആഗ്രഹമുണ്ട് കർത്താവേ, പക്ഷെ പറ്റുന്നില്ല. ശക്തിയില്ല, ബലമില്ല, പ്രത്യാശയില്ല. മനസ്സും ശരീരവും ആത്മാവും ഒക്കെ തളർന്നിരിക്കുക, ബുദ്ധിയും തളർന്നിരിക്കുക. ഒരു ചിന്ത പോലും വരുന്നില്ല, ഒരു പ്രാർത്ഥന പോലും വരുന്നില്ല. ഒരു മരവിപ്പ്, ഒരു നിർവികാരത, ഒരു ശൂന്യത എന്നെ നിറഞ്ഞു നിൽക്കുക. കർത്താവെ, അതുകൊണ്ട് നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. എൻ്റെ ശരീരത്തിന് നീ ഒരു ശക്തി തരണം. എൻ്റെ മനസ്സിന് നീ സൗഖ്യം തരണം, സ്വപ്നങ്ങൾ തരണം, പ്രതീക്ഷകൾ തരണം. എൻ്റെ ആത്മാവിന് നീ ഉണർവ് തരണം. എൻ്റെ ബുദ്ധിയെ നീ ഒന്ന് ഉണർത്തണം നിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. ഇതിനായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തളർന്ന എല്ലാ മേഖലകളെയും നിശബ്ദമായിട്ട് സമർപ്പിച്ച് ഈ പാട്ട് പാടുന്ന സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാൻ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാൻ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ഭവനമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. കർത്താവെ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥ പറഞ്ഞത് ഞാൻ ഓർക്കുക. വലിയ സങ്കടത്തോടും നിരാശയോടും കൂടി. ഒരു വരുമാനവുമില്ല, ഒരു പണിയുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. ഭർത്താവ് ഒരു പണിക്കും പോകത്തില്ല, അങ്ങേരെ തളർന്നു കുത്തി വീട്ടിൽ ഇരിക്കുക. ഞാൻ എന്ത് ചെയ്യും? കർത്താവ്, ഇതുപോലെ തളർന്നു പോയ ജീവിതങ്ങൾ എത്രയോ കുടുംബങ്ങളിലുണ്ട്. അപ്പന്മാരായിട്ട്, അമ്മമാരായിട്ട്, ഭാര്യമാരായിട്ട്, ഭർത്താക്കന്മാരായിട്ട് വീടുകളിൽ തളർന്നു കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കയ്യും കാലും തളർന്ന നല്ല കർത്താവെ, അവരുടെ മനസ്സ് തളർന്നിരിക്കുന്നു, അവരുടെ മനസ്സ് തളർന്നിരിക്കുന്നു, ആത്മാവ് തളർന്നിരിക്കുന്നു, ബുദ്ധി തളർന്നിരിക്കുന്നു, ചിന്തകൾ തളർന്നിരിക്കുന്നു, സ്വപ്നങ്ങളില്ലാതായി, വഴികൾ അടഞ്ഞു പോയി. ഓ ദൈവമേ, അവരെയൊക്കെ ഇന്ന് ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. അത്തരം കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. അത്തരം ഭാര്യ ഭർത്താക്കന്മാരെ സമർപ്പിക്കുകയാണ്. അത്തരം മാതാപിതാക്കളെ സമർപ്പിക്കുകയാണ്. അത്തരം കുടുംബങ്ങളിൽ കഴിയുന്ന ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, പഠിക്കാൻ പോലും നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞു മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, അവരുടെ എല്ലാ ജീവിതത്തിലേക്ക് ഇത് പ്രത്യേകമായിട്ട് കടന്നു ചെല്ലുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവരെന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവരെ ഉണർത്തണമേ, ആത്മാവാൽ അവരെ ഉണർത്തണമേ, ഉണർത്തണമേ അവരെ, ഉണർത്തണമേ ആത്മാവാ അവരെ ഉണർത്തണമേ. കർത്താവ്, ജോലിയില്ലാതെ പ്രതീക്ഷയിലിരുന്ന കർത്താവെ, എല്ലാ വഴികളും അടഞ്ഞു പോയ നിരാശപ്പെട്ട എല്ലാ ചെറുപ്പക്കാരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു, യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഓ കർത്താവെ, അവർക്ക് നീ പ്രതീക്ഷ കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ, വഴികളെ തുറന്നു കൊടുക്കണമേ. അവർ പോലും കാണാത്ത മാർഗങ്ങളിലൂടെ അവരെ നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിന് അവരെ അനുഗ്രഹമാക്കി മാറ്റണമേ. അവർക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് പ്രാർത്ഥിക്കണമേ. ഉണർത്തണമേ അവരെ, ഉണർത്തണമേ ആത്മാവാൻ അവരെ ഉണർത്തണമേ,
ഉണർത്തണമേ അവരെ ഉണർത്തണമേ ആത്മാവാ അവരെ ഉണർത്തണമേ. കർത്താവെ, വിദേശ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, നാട്ടിലെ ജോലിയില്ല, അങ്ങനെ കുടുംബത്തിൻ്റെ ബാലൻസ് തെറ്റിയ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ കർത്താവെ. അവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു, ആ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുത്ത് ആ കുടുംബങ്ങളെ നീ പുനരുദ്ധരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർത്തണമേ അവരെ ഉണർത്തണമേ ആത്മാവാൽ അവരെ ഉണർത്തണമേ. ഉണർത്തണമേ അവരെ ഉണർത്തണമേ ആത്മാവാൽ അവരെ ഉണർത്തണമേ. കർത്താവേ, എൻ്റെ ബാക്കി എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞാൻ സമർപ്പിക്കുന്നു. തളർന്നുപോയ മേഖലകളെ സമർപ്പിക്കുന്നു, ബലം നഷ്ടപ്പെട്ട മേഖലകളെ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ആ സ്ലിഹന്മാരെ ആ രാത്രി എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെ അടുത്ത് വന്ന് എന്നെയും എഴുന്നേൽപ്പിക്കണമേ, എന്നെയും മുന്നോട്ട് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനു വേണ്ടി അവിടുത്തെ ആശീർവാദം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശീർവാദത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ, പുതിയ പ്രതീക്ഷകളോടെ എന്നെ നിറയ്ക്കണമേ, മുറിവുകളെ ഉണക്കണമേ, ശരീരത്തിനും മനസ്സിനും ശക്തിയും ബലവും നൽകണമേ. ഇന്ന് അവിടുന്ന് വരുന്ന ആശീർവാദം അവിടുത്തെ ദിവസങ്ങളിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തലകുനിച്ച് മഹേശ്വര ആശീർവാദത്തിന് വേണ്ടി, അതിലൂടെ ലഭിക്കുന്ന ഒരു വലിയ ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സൗഖ്യമേ, ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.